ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇത് കാരമൽ പുഡിംഗ് കേക്കാണ്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരമൽ പുഡിംഗ് കേക്കാണ് ഇന്നത്തെ റെസിപ്പി. പിന്നെ അത് മാത്രമല്ല, ഇത് ഇന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്തതാണ്, ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തു, ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം, പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ റെസിപ്പീസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കാരമൽ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം എപ്പോഴും പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനിയും പഞ്ചസാര കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളറായിട്ട് നല്ല അലിഞ്ഞ് വരാനുണ്ട്. ഇപ്പോൾ ഇതാ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞ് ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു പാത്രത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസിൻ്റെ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് എനിക്ക് സ്ക്വയറായിട്ടിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ പാത്രം എടുത്തതേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ അതായത് പഞ്ചസാര കാരമലൈസ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ടിയായിട്ടൊക്കെ ഇരിക്കും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അത് മെൽറ്റായി വന്നോളും. ഇനിയിപ്പോൾ പഞ്ചസാര കാരമൽ ചെയ്ത അതേ പാത്രത്തിൽ തന്നെയാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാൽ 240 ml കപ്പിൽ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാല് നല്ല തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ എപ്പോഴും പുഡിംഗ് ഉണ്ടാക്കുമ്പോഴത്തേക്കും പാൽ ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാവൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കൊരു 3 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു വിസ്കോ സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചസാര പാലിൽ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആ ഒരു മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പാല് ചെറിയ ചൂടോടെ തന്നെ നമ്മൾ മുട്ടയിലൊന്ന് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ പാലും മുട്ടയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ നമ്മൾ കാരമൽ ഒഴിച്ച് വെച്ചിരുന്ന ബേക്ക് ചെയ്യുന്ന പാത്രമില്ലേ, അതിലേക്ക് നമുക്കിത് അരിച്ചോണം ഒഴിക്കാനായിട്ട്. അരിച്ചൊഴിച്ചില്ലെങ്കിൽ ഈ മുട്ടയുടെ അതായത് ചെറിയ ചെറിയ പൊടി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിച്ചൊഴിക്കുക. അങ്ങനെ കാരമൽ പുഡിങ്ങിൻ്റെ മിക്സൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെ 2 ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എൻ്റെ സൗണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, ചില സമയത്ത് ഇതുപോലെ ഒന്ന് സൗണ്ട് അടഞ്ഞിരിക്കും. ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോയ്ക്കൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം അതായത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും, അതായത് പല വീഡിയോസിലും പല സൗണ്ടാണ്. ഇപ്പോൾ ഇതാ ഒരു അരിപ്പിൽ ഒരു 2 ടീസ്പൂൺ മൈദാമാവും, അതേപോലെ തന്നെ 2 ടീസ്പൂൺ കൊക്കോ പൗഡറും, ഒരു നുള്ള് ഇത് കുറച്ച് മതി ബേക്കിംഗ് പൗഡറും കൂടെ ഇതുപോലെ ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കുക. മിക്ക വീഡിയോസും ഞാൻ ഇതുപോലെ സ്പീഡിനാക്കിയിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം കാണുന്ന നിങ്ങൾക്ക് ബോറാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ സ്പീഡാക്കിയിട്ട് വീഡിയോ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നല്ലപോലെ അരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റ പ്രാവശ്യം അരിച്ചു കൊടുത്താൽ മതി. ഇപ്പം വീണ്ടും അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ പാലോ വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഗ്രാനുലേറ്റഡ് ഷുഗർ, അതായത് പൊടിക്കാത്ത പഞ്ചസാര, അതും കൂടെ നമ്മളെ മുട്ടയുടെ വെള്ളയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഫ്ലഫിയാക്കി തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തത് നമുക്ക് കൊക്കോ പൗഡർ മിക്സിലേക്ക് കുറച്ചായിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊക്കോ പൗഡറൊക്കെ നല്ലപോലെ
പൊടിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മിക്സ് ആയിട്ടില്ല എന്നൊക്കെ തോന്നുന്നത് ഇതുപോലെ തോന്നും. പക്ഷേ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ബാക്കിയിരിക്കുന്നതും കൂടെ നല്ലപോലെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം. കാരണം നമ്മളിത് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല, നമുക്ക് ഇതുപോലത്തെ ആ ഒരു പൊടി കിടക്കുന്നതൊന്നും അങ്ങനെയൊന്നും തോന്നില്ല. ഇനി ബാക്കിയിരിക്കുന്നതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പുഡിങ്ങില്ലേ, ആ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മിക്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുക്കിംഗ് റേഞ്ച് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കേക്കിൻ്റെ മിക്സ് അതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുക്കിംഗ് റേഞ്ചിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം കുക്കിംഗ് റേഞ്ചിൻ്റെ ഇരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പുഡിങ്ങും കേക്കിൻ്റെയൊക്കെ മിക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ ബേക്ക് ചെയ്യുന്നതിന് വാട്ടർ ബാത്ത് ബേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ 180 ഡിഗ്രിയിൽ ഞാനൊരു 40 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ 40 മിനിറ്റിന് ശേഷം കേക്ക് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. നല്ല തണുത്തതിന് ശേഷം മാത്രമേ ഇതുപോലെ ഒരു കത്തി കൊണ്ട് 4 സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പേടിച്ചാണ് ഞാൻ മറിച്ചിട്ട് കേട്ടോ, ഇനി കുളമായി പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല പോലെ അത് നല്ല കറക്റ്റായിട്ട് പ്ലേറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചൊന്നും ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എന്താ അടിപൊളിയാണല്ലേ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നല്ല പുഡിംഗ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റുമാണ്, കേക്ക് എന്ന് പറയുന്നത് നല്ല ജ്യൂസിയാണ്. കാരമൽ ഫുള്ളും ആ കേക്കിലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടാണ് ആ കേക്ക് ഇരിക്കുന്നത്. അപ്പം കേക്കും പുഡിങ്ങും കാരമലും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഞാനിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, അത്രയ്ക്കും സോഫ്റ്റാണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അല്ലാതെ നമുക്ക് ഒരു പുഡിങ് കഴിക്കണമെന്നൊക്കെ തോന്നുന്ന സമയത്തും ഇത് ഉറപ്പായിട്ടും നമുക്ക് ഉണ്ടാക്കി നോക്കാം. എന്തെങ്കിലും നല്ല ഫങ്ഷനൊക്കെ വരുന്ന സമയത്തും നമ്മൾ വേറെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കേക്കും പുഡിങ്ങും വരുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും തന്നെ ഇത് ഇഷ്ടപ്പെടും. എല്ലാ വീഡിയോസിലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസ് ഇനിയും എനിക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് വീണ്ടും വെറൈറ്റി റെസിപ്പീസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.